ഇന്നിപ്പോ കല്യാണമൊന്നും ഇല്ലല്ലോ. കുഞ്ഞാപ്പ എവിടുന്ന വരുന്നത്? കുഞ്ഞാപ്പോ ഇക്കടെ കുഞ്ഞാപ്പോ കല്യാണത്തിന് പോയി വരാ? കല്യാണത്തിന് പോയി വരാനിട്ട് ഞാന് എന്നോട് രാജപ്പൻ പറഞ്ഞു എന്താണ് ഇന്ന് മണ്ഡപത്തില് കല്യാണം ഉണ്ടെന്ന് അറിഞ്ഞ് മണ്ഡപത്തിൽ പോയപ്പോ ഞാൻ രാജപ്പനെ കാത്തുക്കറിഞ്ഞ് ഞാന് കൊറേ ബസ്സിന്റെ അവിടെ നോക്കി മണ്ഡപം കാണുന്നുണ്ടേ. ഏത് മണ്ഡപാണെന്ന് പറഞ്ഞു തന്നെയും ചെയ്തില്ല. ഞാൻ എന്നിട്ട് ഒരാട് ചോദിച്ചു നിങ്ങൾ മണ്ഡപനെ കണ്ടോ ചോദിച്ചു. ഒരു ഏത് മണ്ഡപം എന്ന് ചോദിച്ചു. രാജപ്പൻ പറഞ്ഞു മണ്ഡപത്തിന്റെ കല്യാണം ഉണ്ടെന്ന്. അറിയാം എനക്കണ്ടായിരുന്നു മണ്ഡപത്തിന്റെ കല്യാണം? എവിടെ എനിക്കറിയില്ല. ഇക്കില്ല. ഏത് ചെക്കനാണ് ഈ മണ്ഡപം? മണ്ഡപാടാ കല്യാണ മണ്ഡപത്തില് കല്യാണം ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാ. കല്യാണ മണ്ഡപത്തില് കല്യാണം അങ്ങനെ പോവും. രാജപ്പൻ പറഞ്ഞു മണ്ഡപന്റെ കല്യാണം മണ്ഡപന്റെ കല്യാണം കയറി. എന്നോട് പറയാ ഞാന് വരെയെന്ന് ഒന്നും തിന്നാതെ മാറ്റി കുടിച്ച് പോയി. എല്ലായിടത്തും നോക്കി രാജപ്പനെ കണ്ടില്ല, കല്യാണവും കണ്ടില്ല. എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോ രാജപ്പ അവിടുന്ന് വരുന്നു. ഇപ്പൊ എത്ര 4 മണി 5 മണി ആയില്ലേ? രാജപ്പൻ പറയാ എന്നോട് എന്താ കുഞ്ഞാപ്പൂ വരാൻ ഞാൻ പെരയെ കൊറേ കാത്തുന്നു. എന്നാ ഓന് എന്നോട് പറയാം ഓൻ പറയണ്ട എന്നാ ഓന്റെ പെരേക്ക് വെച്ചല്ലാന് ഓനോട് മണ്ഡപത്തിന്റെ കല്യാണത്തിന് ചെല്ലാനല്ലേ പറഞ്ഞത്. എന്നിട്ട് ഓൻ പറയും ജിന്റെ പെരേക്ക് വന്നോടെ അല്ലെങ്കിൽ ജിന്റെ പെരേക്ക് 100 തവണ വരുമല്ലോ, ഇപ്പൊ എന്താ വരാഞ്ഞ് പറഞ്ഞു. അപ്പൊ ഞാൻ രാജപ്പോട് പറഞ്ഞ് പൈസ കിട്ടി വേഗം എന്തെങ്കിലും മേടിച്ചാട്ട്. അപ്പൊ ഓൻ പറയും ഇന്റത് കാര്യമൊന്നും ഇല്ല, എനിക്ക് മേടിച്ചു തരാന്, എനിക്ക് കല്യാണത്തിന് വരാനില്ലേ ചോദിച്ചു. എന്നിട്ട് ഓനെ വസലാക്കി ആൾക്കാരുടെ ഇതിന് പറയുമ്പത്തിന് തുണി കുപ്പായി മാറ്റിട്ട് വരും പറഞ്ഞു. ശരിയാണല്ലോ, എന്തേലും പറയാൻ വേണ്ടി നിക്കല്ലോ കുഞ്ഞാപ്പോ. ഓനെ വിളിച്ചല്ലോ ഞാൻ പോയത്. എന്നിട്ട് ഇപ്പൊ എന്തായി? ചീത്തയും കേട്ടില്ല ഓന്റെ അടുത്ത് ചീത്തയും കെട്ടി. അന്ന് ഇത്രയും വന്നല്ലോ നമുക്കൊരു ചായ മേടിച്ചു തന്നു, അവിടെ മേടിച്ചു തന്നില്ല ഓന്. എന്നിട്ടും എന്താ വയറൊക്കെ അല്ല ചാടിക്കണല്ലോ. വയറ് ഞാൻ പോകുമ്പോ ചോറ് വെച്ച് പോയതാണ്. അത് ശരി. അപ്പൊ പോരാത്ത അവിടുന്ന് തിന്നാൻ വേണ്ടിട്ട് പോയതോലെ. അവരോടെ പോയിട്ട് സൈനാത്താടെ പോയിട്ട് ചായണ്ടോളം കുടിച്ച് വേറെ ഒന്നും തിന്നിട്ടുണ്ടായിരുന്നില്ല. ഓനെ ചതിക്കാൻ പാടില്ല. അത് പാടില്ല, ചതിക്കാൻ പാടില്ല. ഞങ്ങളുടെ മണ്ഡപം കല്യാണം പറഞ്ഞിട്ടില്ല. മണ്ഡപല്ലേ മണ്ഡപല്ലേ കല്യാണ മണ്ഡപം. എന്നാ നമ്മള് പോയില്ലേ അവിടെ പോയി നോക്കിയാ അങ്ങനത്തെ അവിടെ ഇല്ലേ. ഇന്ന് ഈ പൊട്ടനിക്ക് എന്നോട് പറയാനില്ലേ വലിയ കല്യാണ സ്ഥലാന്നുള്ളത്. അവിടെ പോകുന്നില്ലേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? സമയം കഴിഞ്ഞില്ലേ? സമയമായി. ഞാൻ പിന്നെ ഒരാള് പറഞ്ഞു 5 മണി ആയിന്ന് പറഞ്ഞു. ഇപ്പൊ എടുക്കാൻ പോവുക ഞാന്. ഇനിയിപ്പോ എന്താ ചെയ്യാ? പെരയിലാണെങ്കിൽ ഉമ്മ ഇല്ലല്ലോ. ഉമ്മല്ലേ ഉമ്മാട് ഞാൻ പറയുന്നത് ഒന്നും വെക്കണ്ട, ചോറൊന്നും വെക്കണ്ട, ഞാൻ കല്യാണത്തിൽ നിന്ന് വരണ്ട് പറഞ്ഞു. മകള് കൊണ്ട് അറിഞ്ഞ ആളെ വസലാക്കണ്ട, കജ്ജിട്ട് വരാൻ നിക്കണ്ട, തട്ടിമുട്ടിയൊക്കെ നിന്നോ, ബിരിയാണി ബാക്കി ഉണ്ടെങ്കില് എടുത്തോണ്ട് പറഞ്ഞു. ബിരിയാണി ബാക്കി പോയിട്ട് അണക്കനെ കിട്ടില്ല. എന്താ കുഞ്ഞാപ്പൂ ഇങ്ങനെ കുരക്കണ്? വെട്ടിമായി തിന്നിട്ടാണോ? ഇന്നലെ മഴ കൊണ്ടിട്ടേ മഴ നല്ല രസമുണ്ടായിരുന്നു. മഴ അപ്പൊ മഴത്ത് നിന്ന് കൊറേ കളിച്ചു. ശരിയാ, പഞ്ചുകുത്തി കളിച്ചില്ലേ, അതിന് പറ്റിയാണ് അല്ലേ? അപ്പൊ പറ്റിയതാണ്. അപ്പൊ മോനെ ബിരിയാണി ബാക്കി കൊണ്ടുവരാനൊക്കെ അത് കല്യാണം കാണണ്ടേ, എന്നാലും ബാക്കി കൊണ്ടുവരാൻ പറ്റുള്ളൂ. ഇക്കന്നെ തിന്നാൻ കിട്ടിയിട്ടില്ല. ഇനിയിപ്പോ ഉമ്മാനോട് എന്താ പറയാ? ഞാനോട് എന്ത് പറയാന്, ഇമ്മാനോടൊക്കെ ചോറ് വെച്ചാലും പറയുന്നത് അതന്നെ. ഉമ്മ ചോറ് വെച്ചാൽ ഉമ്മ ചോറ് കൊണ്ടുവച്ചിട്ട് കാത്തുക്കോവും. ഇമ്മ ചെലപ്പോ അങ്ങനത്തെ ചോറ് കൊണ്ടുവച്ച് കാത്തുക്കും. ഉമ്മക്കറിയാം ഞാൻ എവിടെയെങ്കിലും പോയിട്ട് എങ്ങനെയും ജയിലാക്കുന്നുള്ളത്. ഇത് ഉമ്മക്കറിയാ. ശരിയാ. ഇല്ല, അവിടെ ആരും കാണാനില്ല. ഞാൻ പോയില്ല, ഞാൻ ഇവിടുന്ന് വരുവായിരുന്നു. ഏറ്റുമീൻ ഇറങ്ങി തോന്നില്ല. നല്ല ഏറ്റുമീൻ ഉണ്ട് അവിടെ. നമുക്ക് ചൂണ്ടിടാൻ പോയല്ലോ കുഞ്ഞാപ്പോ. ചാടി കളിക്കണോ നീ? നല്ല മീൻ ഉണ്ട്. നാളെ ഇറങ്ങട്ടെ, നാളെ പിടിക്കാം. നാളെ ഇറങ്ങിട്ട് നാളെ പിടിക്കണം. ഇന്നെന്തിയെ? ഇന്ന് പറ്റൂല, ഇടക്കുന്ന ക്ഷീണുണ്ട്. അല്ല ഈ ഇവിടെ വെള്ളമൊക്കെ പോയി ആയിട്ട് എല്ലാം വന്നാ? അമ്മയ്യോ മൂത്താപ്പ എല്ലാം വന്നാ? ഇല്ല, ഞങ്ങളവിടെ വരിച്ചിട്ട് ഓരോ ഇങ്ങോട്ട് വിളിച്ചു പറഞ്ഞിരുന്നു ഞങ്ങൾ ഇവിടെ ഇല്ലട്ടാ, അവിടെ വെള്ളം ഉണ്ടാവോ വെച്ചിട്ട്. ശരി, അങ്ങോട്ട് ചെല്ലിച്ചിട്ട് ഇവിടെ വെള്ളമായ എല്ലാ കൊല്ലം ഞങ്ങളാണ്ട് പോക്കണ്ടേ. അപ്പൊ തന്നെ ഒരു ആന്തന പെരുമായ വന്നപ്പോ വിളിച്ചു പറഞ്ഞു. പിന്നെ അപ്പൊ വിവാത്ത അവിടൊക്കെ വെള്ളം പൊന്തിക്കണ, ഞങ്ങൾ ഇവിടെ ഇല്ലട്ടാ, ഞങ്ങള് സെഫിയാനോടൊക്കെ പോവുകയാണ് പറഞ്ഞു. ശരി, മുൻകൂട്ടിട്ട് പറഞ്ഞല്ലേ? അമ്മ പറഞ്ഞു ഞാൻ നമ്മള് ചെല്ലിച്ചിട്ടാന്ന്. പോവാ അതല്ലടാ, ഞങ്ങൾ അന്ന് പോയിട്ട് 1 ദിവസം 2 ദിവസം അല്ല, ഞങ്ങള് കൊറേ ദിവസം നിന്നിക്കണം. നിങ്ങൾ പോയാലും പെട്ടെന്ന് വരില്ലല്ലോ. വെള്ളമൊക്കെ മുടിച്ചിട്ടല്ലേ വരുള്ളൂ. മനസ്സിലായി. അതൊക്കെ അറിയാലോ. ഞാൻ പോട്ടടക്കം നേരമില്ല. അല്ല
ഇനിയിപ്പോൾ എവിടുക്ക പോകണം അവിടെ ആരും ഇല്ലല്ലോ. ഞാൻ വരെ കിടന്നുറങ്ങും. ഇനിയിപ്പോൾ കുത്തിയിരുന്ന് കിടന്നിട്ട് കാര്യമില്ല. കല്യാണം പോയില്ലേ? കല്യാണം പോയി. എന്നാ ശരി. ഇനി എപ്പോഴാ കാണുക? അല്ല ചോദിക്കട്ടെ, ഇനിയിപ്പോ ഈ പോക്ക് പോയിട്ട് പിന്നെ ഇറങ്ങൂലേ? അത് വരെ വരെ അത് ശരി. മഴ പെയ്തതിന്റെ ദിവസം സീരിയൽ കണ്ടിട്ടുമ്പോ കരിനാണ് ചീത്ത അറിയുന്നൊക്കെ. അപ്പൊ ഞാനും ചീത്ത അറിയും ഇത് കണ്ടിട്ടാ. കാണാൻ പോവാ ചീത്ത. എന്നായിക്കോട്ടെ, കുഞ്ഞാ ഒന്ന് കണ്ടുവരി വൈകുന്നേരം പോയിട്ട്.